അപ്പൊ നമ്മളെ പഴയ വീടിന്റെ ബാലൻസ് ആട്ടോ ഇത്. നമ്മൾ കണ്ട അടിപൊളിയായിട്ട് ഫുൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ കാക്കഞ്ചേരിയുള്ള ഓവർ പാസ് ആണ്. പിന്നെ ഇങ്ങനെ വന്നാൽ നല്ല ബ്ലോക്കും കാര്യങ്ങളും. പിന്നെ നമ്മളെ കിൻഫ്ര പാർക്ക് ഉണ്ടല്ലോ, എന്താണ് ഓപ്പൺ സോൺ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം. അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ മുത്തുമണി നല്ല വെയിൽ അസർക്ക് വെയിലേ നോക്കേ വേണ്ട. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് കേക്കലടങ്ങിയ മക്കളെ. അപ്പൊ നമ്മള് ഒരാഴ്ച ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളെ അടുത്ത പാർട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് പോവാ. എന്താ കഥ അല്ലേ. നമ്മളെ പാർട്ണർ സേഫ് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഓവർപാസിന്റെ മേലാണ് ഇപ്പൊ ഓട്ടോറിക്ഷക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അല്ലേ. അപ്പൊ അത് ഇവിടെ നമുക്ക് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കേട്ടോ. ഇവിടെ നമ്മളെ ചന്തക നടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എന്റെ അമ്മ എത്ര കങ്ങന്മാരാ. 8 കിലോമീറ്ററിലേറെ 8 മീറ്ററിലേറെ താത്തിയ സ്ഥലമാണ്. അപ്പൊ ഇതൊക്കെ നാഷണൽ ഹൈവേന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ നമ്മള് കാക്കഞ്ചേരിന്ന് ഇങ്ങനെ യാത്ര പറയാണ്. പക്ഷെ ഇവിടെയൊക്കെ അത്യാവശ്യം നമ്മളെ ചന്ത നടന്നിരുന്ന ഭാഗം ഉണ്ടല്ലോ. അപ്പൊ ഇവിടുന്ന് മണ്ണിട്ടിക്കാണ്ട് കുറച്ച് ഭാഗങ്ങൾ വിക്രസനത് എങ്ങനെ എടങ്ങറായിട്ട് ഇങ്ങനെ താണ്ടവാടിട്ടുണ്ടെങ്കിൽ ക്യാമറ എന്തായാലും നെയിം ബോർഡ് എന്തെങ്കിലുമൊക്കെ വെക്കാം. അത് ഇത് പടുക്കുണ്ടുണ്ടല്ലോ, ഈ പടുക്കുണ്ട്. അത് ഇവിടെ നോക്കി നമ്മളെ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ ചൊറുക്കൊന്നും ചെയ്യട്ടാ, വലിയ ലുക്കൊന്നുമില്ല. പിന്നെ അവിടെ എന്താ വേറെ റോഡൊക്കെ വരുന്നുണ്ട്, അവിടെ പമ്പ പാലം കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഈ പടുക്കുണ്ടിലാണ് നമ്മളെ ചന്തയും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അത് അതിന്റെ ഇടിയാണ്ടെങ്കിൽ ഇതിന്റെ ഇടയിലൊക്കെ വലിയ വാമ്പാളൊക്കെ വന്ന് ചേരുമെന്നാവും. പോട്ടെ മോനെ പോട്ടെ. ഒരു ക്രെയിൻ അതാ സാധനം കയറ്റാനായിട്ടുണ്ടെങ്കിൽ തൂമ്പത്തി ഇങ്ങനെ വെക്കുന്ന സാധനം. അതിന് നമ്മളത്തെ എല്ലാം തോന്നി ഇത് KNRCന്റെ എല്ലാം. ഇതുപോലെ വേറെന്തോ സംഭവം വരാം, ഞാൻ അറിയാത്തൊരു സംഭവമാണ് വരുന്നത്. പിന്നെ ഇത്രയും ഭാഗത്ത് കോൺക്രീറ്റ് ഇട്ട് പൊതിച്ചേരുന്നേ, ഇതൊക്കെ ഇപ്പൊ എന്താ സംഭവം. ഇപ്പൊ വേറെ എന്താ ഇവിടെ എയർപോർട്ടൊക്കെ ഉണ്ടാക്കണ്ട എന്താ സെറ്റപ്പിലാ. ഡിവൈഡർ പൈപ്പ് ഫിറ്റിംഗ് ആണല്ലോ. അങ്ങനെ നമ്മള് നേരെ യൂട്ടാൻ തിരിഞ്ഞിട്ട് നമ്മളിങ്ങനെ മറ്റേന് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിങ്ങോട്ട് കയറി. അസരണ്ട മണ്ണാകെ മണ്ണ് കുഴച്ചിട്ടിരിക്കണതാ എത്താ കാട്ടിച്ചില്ലേ. ഇവിടെ ഉണ്ടെങ്കിൽ അത്രയും ടോപ്പിൽ കോൺക്രീറ്റ് ആയി. ആ കിളിക്കൂട് നോക്കി കളി. അവിടെയും ക്യാമറ, എവിടെ പോയാലും ക്യാമറ. അപ്പൊ നമ്മളെ അലിയമ്മ അൽബാ ബസാർ പണ്ട് നമ്മളെ പറഞ്ഞേക്ക് മറ്റേതാണ് ഏത് നമ്മളെ ഹൽവ ബസാർ ഉണ്ടല്ലോ ഏറ്റവും വലിയ, അതിന്റെ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ വീണ്ടും ഓവർപാസ്. എന്താ ഇതൊക്കെ ഒരേ കളറിലാണല്ലോ. ഒരേ കളറുകളാകുമ്പോ കാണാൻ രസം ഉണ്ടാവില്ലല്ലേ. ഒരു ചേഞ്ചിങ് ഗ്യാസ് ഗുളികയാണല്ലോ പോണത്. ഗ്യാസ് ഗുളിക അങ്ങനെ കുറെ ആലോചിക്കുന്നത്. പെട്രോൾ എന്താണ് ടാങ്ക് പല മോഡല് പല വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞ് അതിനുള്ള അറാറാണ് പറഞ്ഞ്. ആരത് ആൾക്കാർക്ക് നോക്കി നിൽക്കാൻ നേരം പോയിട്ട് വല്ല കാര്യമില്ല. ബന്ധം പടും റപ്രൈസ് ഇവിടെ വരെ ഉള്ളൂ ഒരു നാണ്ടി. പിന്നെ നമുക്കറിയാം ഇവിടെയൊക്കെ ഒരു 8 മീറ്ററോളം താത്തീന്. അല്ലാ സുബ്ഹാനല്ലാ. നിങ്ങള് നമ്മൾ ഈ മണ്ണൊക്കെ എടുക്കാൻ കൊണ്ടുപോയി വെച്ചാൽ ഇതൊക്കെ നമ്മൾ പാർത്തോണ്ടിട്ട് പാർത്തുള്ള മണ്ണൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് നേരത്തെ ചെയ്ത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഒരു കിട്ടി കഥയാണ്. നമ്മള് വിക്രസൻ എന്താ പഞ്ചിട്ട് കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ്. ഈ അരുക്കിങ്ങ ചാരി അറിയാം നമ്മളിവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ കാര്യങ്ങളൊക്കെ എന്തായിന്നാവല്ലേ. ഇങ്ങനെ കണ്ടാൽ മതി. അവിടെ പെരപ്പണിയാണ് നടക്കണത്. ഒരു ചെരലാണ്, ബൊമ്മ ചെരല. ഇതൊക്കെ ഉണ്ടെങ്കിൽ എവിടെയൊക്കെ ഉള്ളത്. പിന്നെ നമ്മളെ ക്യാമറന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കണേ. എങ്ങാകാരെ ആന്ന് പറയണ്ടേ. എന്താ പറയുക, നട്ട് വെച്ചാൽ നമ്മൾ ഇന്നത്തെ നമ്മളെ പാർട്ടി തുടങ്ങുന്നത് തന്നെ നമ്മൾ ഏകദേശം ഒരു 11:30 മണിക്കാണ്. 11:30 ആയിട്ടുണ്ടാവും. നല്ല വെയിലാണ്. പിന്നെ പ്രവാസികളാണെങ്കിൽ പ്രവാസികൾ ഗൾഫിൽ വന്ന മറ്റത്തിലെ വെയിലാണെന്ന് എനിക്കറിയാം. പക്ഷെ പിന്നെ ഇവിടെ അത്ര വലിയ തമ്മിയെങ്കിലും അപ്പൊ നമ്മൾ നോക്കി ആ ഓവർപാസിന്റെ ആ കടയും അങ്ങാടിയൊക്കെ കട്ട് ചെയ്ത് പോയിട്ടാ. അപ്പൊ രാമനാട്ടുകാരൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരികയാണ്. താഴത്ത് ഇങ്ങനെ ഇറങ്ങി നെയിം ബോർഡൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്ന ഭാഗം ആണ്ട് വെയിലാ മക്കളെ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇങ്ങനെ സ്ലോവിൽ ഇങ്ങനെ ഇസ്റ്ററിക്ക് ഇങ്ങനെ പിടിച്ചുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെയൊക്കെ നമ്മളെ സർവീസ് റോഡുമൊക്കെ എന്താ അവസ്ഥ എന്ന് പഠിച്ചത്. എന്ത് വണ്ടിന്റെ ആണ്. അപ്പൊ നമ്മളെ ആ പാർട്ടി നമ്മളെ ടീം ഇട്ട പടവേരതാ പഠിക്കണേ. ആടാന്നാവും പുലിക്കായ്ക്ക് നമുക്ക് പഠിക്കാൻ വിട്ട പോവല്ലേ ഇപ്പൊ. അപ്പൊ ഇടിമുഴക്കൽ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടിമുഴക്കൽ ഇങ്ങനെ കാലത്തിന് ചിലപ്പോണ്ട് വരുന്നതേ. അള്ളന്റെ അമ്മ ഏതാല്ലേ വീട് ഒക്കെ ഡിസൈൻ. അല്ല വിക്രസന്മാരൊക്കെ കുട്ടി വിക്രസൻ ചോത്ത വിക്രസ അല്ല കുട്ടി വിക്രസന്മാര് ചേലാമ്പ്ര ഇടിമുഴക്കല് ഇങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വരികയാണ്. രസമുണ്ടല്ലേ ചെറുത്. ആടോ പാലക്കൽ ശ്രീ ദുർഗാ ക്ഷേത്രം രാമനാട്ടുകര. നമ്മളെ ബാവ ഉണ്ടാവുമ്പോഴേ ബാവാന്റെ സുഹൃത്ത് ഉണ്ടാവുമ്പോഴെ ഇങ്ങനെ വിളിക്കുന്നത്. ബാവാനെ ഭയങ്കര ഇഷ്ടം. അള്ളാന്റെ അമ്മ എത്തത്
മൂട്ടക്കുട്ടികളാ കാറാണ് മക്കളെ, എത്ര കാറാണ്, എന്താ സംഭവം. ഇത്രയും തോന്നെ കാറ് ഫ്രീ ആയാ. അപ്പൊ നമ്മള് ഇടിമൊഴിക്കൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ രാമാട്ടുകാരെ പ്ലേ ഓർമ്മക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ ക്യാമറ ഇവിടെയൊക്കെ ലൈറ്റുകൾ വളരെ കുറവാണല്ലോ, നല്ല ലോങ് ഡിസ്റ്റൻസിലാണല്ലേ ലൈറ്റുകളൊക്കെ വെച്ചിക്കണേ. അതെന്ത് പരിപാടിയാവും. അങ്ങനെ നമ്മളെ പഴയ പാലം പുതിയ പാലം രണ്ടും കൂടി മിക്സിങ് ആക്കിയിട്ട് രണ്ട് പാലായിട്ട് ഇങ്ങനെ പോവാണ്. അല്ല അപ്പുറത്ത് കൂടി നമ്മളെ പുതിയ പാലം, ഇപ്പുറത്ത് നമ്മളെ പഴയ പാലം കാണുന്നുണ്ടെങ്കില് ഈ അങ്ങാടിയൊക്കെ ഉണ്ടെങ്കിൽ രാമനാട്ടുകാരെ പുലോരി എന്താണ് മിഡാക്ക് ഇവിടെ സ്ലോ ആക്കി. ഇവിടുത്തെ നമ്മളെ മറ്റേ കോഴിക്കോട്ട് മറ്റേ തീക്കോണ റോഡൊക്കെ നിങ്ങള് നമ്മളെ പഴയ പാലം നമ്മൾ പണ്ടേ നോക്കിയെന്ന നമ്മളെ മറ്റേ നമ്മളെ പഴയ ഓഫീസർമാരുണ്ട് നമ്മളെ തങ്ങിണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമുക്ക് അറിയാം, നമ്മളിന്നാള് മറ്റേ മൂപ്പരെ കാണാൻ വേണ്ടിട്ട് നമ്മളവിടെ പോയിരുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടൊക്കെ അമ്മാരി ഹൈറ്റായില്ലേ. പക്ഷെ വെയില് എന്ന് പറഞ്ഞ മാറണ വെയില പോടാ രാമനാട്ടുകാരല്ലേ, നോ എവറിത്തിങ്. അതിന്റെ അർത്ഥം എന്താണാവും. അവര് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലേക്കാ പോണ ഭാഗടാ. കാറാട് പോണെന്നുണ്ടെങ്കില് ഗൾഫിൽ പോകുമ്പോൾ പോലെ പോകണ്ടില്ല. ആ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ ഫുള്ള് അടിയിലായി. പക്ഷെ നമ്മളെ ഈ സീറ്റ് ലൈറ്റ് നമ്മുടെ താഴത്തേക്ക് സർവീസ് റോഡുമൊക്കെ ഇയ്യട്ടത് പഴയ സീറ്റ് ലൈറ്റാ. ഇതുപോലെ മാറ്റിയിട്ട് ചെയ്യാം. പുതിയതിന് നമ്മൾ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പുതിയത് റെസ്റ്റോറന്റ് രാമനാട്ടുകാരി നമ്മളെ എന്തായാലും പുതിയ പുതിയ ബിൽഡിങ്ങുകളെ, പിന്നെ പെട്രോൾ പമ്പൊക്കെ ഇവിടെ സർവീസ് റോഡൊക്കെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ എണ്ണടിച്ചാനേ ഒരു മിതുവ് എങ്ങനെ പോയിക്കട്ടാ. പെട്രോൾ പമ്പ് ചൊറുക്കൂട്ടിട്ടില്ലല്ലോ. ഏറ്റവും സംഭവം സുഖാനുള്ള എമ്മാരി ഗോഡൗണടോ. ഇത് പിന്നെ ലാഭം ഉണ്ടേ. നമ്മൾ എന്തെങ്കിലും കാലത്ത് പൊളിച്ചു പോണെങ്കിലേ പൊളിച്ചു പോകും ചോദിച്ചാ മൈത്രി പെട്രോൾ പമ്പിന്റെ അവിടെ ലെഫ്റ്റിംഗ് ഒക്കെ ഇട്ടിരിക്കുന്നത്. അത് എന്തായാലും ഫുള്ളായിട്ട് ലെഫ്റ്റിംഗ് ഫുൾ ടൈം ഉണ്ടാവുമെന്നാവും. പിന്നെ NH66 വരവേൽക്കാനാണ് ഇത്രയും തോന്നെ ബിൽഡിങ്ങുകൾ വരുന്നത്. എന്താ കസായ വണ്ടി നിങ്ങളല്ലോ. ഇവിടെ നമുക്കറിയാം ഒരുപാട് മുന്നേ നമ്മ സേവാ മന്ദിരം രാമനാട്ടുകാര ഇവിടെ ഒരുപാട് മുന്നേ നമുക്ക് ഒരു വർഷം മുന്നേ ഏകദേശം റോഡിന്റെ പണികളെ മുക്കാഭാഗം തീർന്ന ഭാഗമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ മുക്കാഭാഗം പകുതിയിലേറെ പണികൾ തുടങ്ങുന്ന ടൈമിലാണ് അതിന്റെ മുക്കാഭാഗത്തിലേറെ തീർന്ന സ്ഥലത്തിന്. നമ്മളിവിടെ വന്നിട്ട് ഒരു വർഷത്തിലേറായിട്ട് ഞാന് ഒന്നാമത്തെ ആണ്ടുണ്ടെങ്കിൽ ചുറ്റികളി നിക്കക്കളിയാതെ ഇങ്ങനെ നടക്കുന്നത്. എന്താ ചെയ്യാ, അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ വരവ് വന്നത്. പക്ഷെ നമ്മൾ ഇന്നാളെ പാർട്ടായിട്ട് പോകുമെന്ന് പറഞ്ഞത് പഴയ ബിൽഡിങ് നമ്മളെ പണ്ട് ചാടിച്ചിരുന്ന കടയാണ് തോന്നണേ. ഓർമ്മയുണ്ട് നമ്മളെ ഫോണിട്ട് പോകുന്ന വണ്ടികള് അതെ ചാടുന്നില്ല. നമ്മളെ മറ്റേ റോഡ് ഉണ്ടെങ്കിൽ രണ്ട് റോഡും ഓക്കെയാണ്. പക്ഷെ ഇവിടെ പഴയതായിക്കുന്നുണ്ട്. അവിടെ വലിയൊരു ചൊറുക്ക് പോരെ നമ്മളെ KNRCന്റെ ഒരു ഡമ്മിങ് ഉണ്ട് വരണി കേട്ടോ. എങ്ങനെ അതെ പക്ഷെ എന്നാലും അത് ശരിയല്ലാത്തൊരു പരിപാടി അല്ലേ. ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസ് ആണ്. വീരാളുണ്ടെങ്കിൽ ആൾക്കാർ കുടിച്ചേ. ഐ എന്താ ബിൽഡിങ്. അപ്പൊ നമ്മളാ ബൈപ്പാസ് കോഴിക്കോട് ബൈപ്പാസിൽ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ബൈപ്പാസ് ഒരുപാട് ലോങ് ഉണ്ട്. നാളെ ചോർക്കുള്ള ബസ് പോകണുണ്ടെങ്കില് ഇവിടെ എന്താ പറയാ നമ്മളെ സീറ്റ് ലൈറ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇവിടെ കത്തലും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. സീറ്റ് ലൈറ്റ് കത്തലും കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പൊ അവിടെ തന്നെ കിട്ടാ. ആ മറ്റേ രണ്ടാമത്തെ പെട്രോൾ പമ്പ് കോഴിക്കോട് റൂട്ടില് ഇവിടെ പിന്നെ പാടത്തുകൂടി പോയിരുന്ന സ്ഥലമാണ്. പിന്നെ പാടൊക്കെ പിന്നെ JCB രണ്ടാമത്തെ വയ്യേറിയല്ലോ. NH66 വരവേൽക്കാന്ന് പറഞ്ഞാൽ NH66 അല്ലാതെ വേറും പണിയെടുക്കണ്ടല്ലോ ഇതിനിടയിൽ. സർവീസ് റോഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചൊർക്ക് പോയിക്കണം. എനിക്ക് എന്താ ഇത് പഴയതായിക്കണിട്ടാ. ഒന്നും കൂടി പുതുക്കി പണിയണം മക്കളെ, അല്ലാതെ ഒന്നും കാര്യമില്ല. ഇതാണ് കോഴിക്കോട് റൂട്ട്. ഒരുപാട് സംഭവമുണ്ടല്ലേ. കോൺക്രീറ്റ് വാള് രണ്ട് സൈഡിൽ ആ പെരക്കനുസരിച്ചാണ് പൊന്തിച്ചെടുത്തിങ്ങനെ പൊന്തിച്ചാണെങ്കിൽ താഴാം. പിന്നെ ഇവിടെയൊക്കെ നമ്മള് പുതിയ സീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിങ്ങനെ. പക്ഷെ ഇതൊന്നും ഇവിടെ ഒന്നും കത്തല് തുടങ്ങിയിട്ടില്ലാന്നാണ് എന്റെ ഒരു അഭിപ്രായം. എവിടെയും കത്തല് തുടങ്ങിയിട്ട് കേട്ടാ. ഇത് കത്തലേ അറിയുള്ളൂ ഇതൊക്കെ ചൈനന്റേതാണോ ഇതില് കോടികൾ കട്ടോന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഇത് കത്തണം. അല്ലാതെ നമുക്കിത് എന്താ പറയാ കോഴിക്കോട് ബൈപ്പാസിൽ ഇങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കണ ഓട്ടോബാർ ട്രക്കിങ്
അതിപ്പോ എന്താണ് മറ്റേ വണ്ടിന്റെ എങ്ങനെ ആ ഈ പാടത്തിന് അത്രയും വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം പറഞ്ഞിട്ടത്തെ കാര്യം ഇപ്പൊ പാടത്തു നിന്നൊക്കെ പൊന്തി ഇതിനാ സൈഡിൽ കൂടെ നമ്മൾ സർവീസ് റോഡ് പോകുന്നുണ്ട് പാടത്ത് മീൻ ഉണ്ടാവും ഇപ്പൊ വെള്ളം എടാ വെള്ളം പറ്റിക്കണ അവിടെ വെള്ളം പിന്നെ വേസ്റ്റ് വേസ്റ്റ് മാനത്തിട്ട് വെച്ചാ അമ്മ കോഴിക്കോട് അങ്ങാടിയിലെ ബിൽഡിംഗ് കണ്ടാണെങ്കിൽ അടുത്തോനെ എന്താ കൊടുന്നിച്ചിക്കണേ അപ്പൊ നമ്മള് കുറച്ചും കൂടി അരുവിക്ക് ചാരിയാണ് നമ്മളെ ഫ്ലൈ ഓവർമുക്ക് ഇങ്ങനെ കയറി പോവാണ് അപ്പൊ ഫ്ലൈ ഓവറിന്റെ ഇതാണെങ്കില് ഈ അടിഭാഗം ഉണ്ടെങ്കിൽ ഏത്താല കഥ പാകക്കാട് പൊന്ത ഇവിടെ ഭയങ്കര വേസ്റ്റ് വാസനിക്കണ്ടാ നല്ല വേസ്റ്റ് ആക്കണ്ടയാ കോഴിക്കോട് ബൈപ്പാസിൽ നിൽക്കാത്ത കാണാ കാഴ്ചകളാണ് ഇന്നിവിടെ എന്തൊക്കെ നടക്കും നമുക്ക് നോക്കാം ആ ബിൽഡിംഗ് എന്താണോ മറ്റേ ഫുള്ള് ഇരുമ്പിന്റെ ബിൽഡിങ്ങോ ഫുള്ള് ഇരുമ്പോട്ട് ഉണ്ടാക്കില്ലല്ലേ